ഹലോ, അങ്ങനെ ഞാനും അപ്പൂസും കൂടെ ഇന്നൊരു സിനമൺ ബിസ്ക്കറ്റ്സും മാർബിൾ കുക്കീസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് നോക്കാം. കേക്കോ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന എല്ലാ സാധനവും അവൾക്ക് കേക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഒരു കുക്കീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാനിങ് എല്ലാം സെറ്റായി വന്നപ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോയി. അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനിതാ രാത്രി 10 മണിക്ക് കിച്ചണിലേക്ക് പോയി 2 വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 200 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഞാൻ ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറും യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബട്ടറിലേക്ക് ഞാനൊരു 100 ഗ്രാം ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അത് സ്റ്റിഫ് പീക്സ് ഉണ്ടാക്കുന്നവരെ നല്ല ക്രീമി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് പകുതിയായിട്ട് 2 പാത്രത്തിലേക്കായിട്ട് മാറ്റി വയ്ക്കുക. എന്താ വെച്ചാൽ നമ്മൾ 2 ടൈപ്പ് കുക്കീസാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സിനമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഈ പട്ട പൊടിച്ചത്. വേണമെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സിനമൺ പൗഡറാണ് ആഡ് ചെയ്തത്. അതിലേക്ക് 1 കപ്പ് മെഷർ ചെയ്ത ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പാത്രം കുറച്ച് ചെറുതായി പോയി, നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുത്തോളൂ കേട്ടോ. എന്നിട്ട് എനിക്കത് എങ്ങനെ നോക്കിയിട്ട് സ്പൂൺ കൊണ്ടും മിസ്കൊണ്ടും ഒന്നും കുഴയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവസാനം കൈ വെച്ച് തന്നെ നല്ല കുഴച്ച് നമ്മൾ ഈ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കില്ലേ, അതുപോലെ അത്യാവശ്യം കട്ടിയുള്ള ഒരു ഡോ ആയിട്ട് എടുക്കും കേട്ടോ. നിങ്ങൾക്ക് അഥവാ ഈ കുറച്ച് ഡ്രൈ ആയി പോയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള പാല് 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു പരുവാകുന്നവരെ അത് കുഴച്ച് ബോളാക്കിയിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ ഡോ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വലിയൊരു പീസ് ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ക്ലിംഗ് ഫിലിം ഉണ്ടെങ്കിൽ ക്ലിംഗ് ഫിലിം യൂസ് ചെയ്യുക. നമുക്ക് ഈ ഡോ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷേ എനിക്കത് ഒട്ടിപ്പിടിക്കുമോ എന്നുള്ളൊരു പേടി കാരണമാണ് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് വെതറി അതൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവ്, ആ ഒരു ഡോ എടുത്ത് വെച്ചതിന് ശേഷം ഒരു റോളർ പിന്ന് വെച്ചിട്ട് പതുക്കെ, അത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെക്സ്ചറിലാണ് അതിരിക്കുന്നത്, അതുകൊണ്ട് പതുക്കെ അതൊന്ന് റോൾ ചെയ്ത് ഒരു വലിയൊരു മാക്സിമം തിന്നായിട്ട്, അതായത് ബിസ്ക്കറ്റാണ് ഇത് കേട്ടോ, നമ്മൾ സിനമൺ ബിസ്ക്കറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിന്നായിട്ട് നമ്മളത് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അതൊന്ന് റോൾ ചെയ്ത് ഒന്ന് തിന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിരുന്നു ആ ഒരു മാവ്. അങ്ങനെ അത് റോൾ ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലൊരു പിസ്സ കട്ടർ ഉണ്ട്. പിസ്സ കട്ടർ യൂസ് ചെയ്തിട്ട് അത് ഏകദേശം ഒരു ബിസ്ക്കറ്റ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ കത്തി യൂസ് ചെയ്തിട്ടും കട്ട് ചെയ്യും. ഞാൻ കുറച്ച് ആഡംബരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ പിസ്സ കട്ടർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അത് ഏകദേശം ഈക്വൽ ഷേപ്സിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കട്ടെ. ഞാനിവിടെ അതൊരു കൈറ്റിൻ്റെ ഷേപ്പിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ കട്ട് ചെയ്തത് വേറെ എന്തൊക്കെയോ കോലത്തിലൊക്കെ ആയിപ്പോയി. എന്നാലും നിങ്ങൾക്ക് ആ ഒരു കരവീത് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കാരണം അവസാനം ബേക്കായിട്ട് വരും ബിസ്ക്കറ്റ്സ് കാണാൻ നല്ല രസം ഉണ്ടാവും. എന്നിട്ട് ഞാനൊരു ഭംഗിക്ക് അതിൻ്റെ മുകളിൽ ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചില ബിസ്ക്കറ്റ്സിൻ്റെ മുളകൊക്കെ കാണില്ല, അതേപോലെ നിങ്ങൾക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ പരത്തിയതിന് ശേഷം നമുക്കൊരു കുക്കി കട്ടർ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടില്ല, കട്ട് ചെയ്തിട്ട് അങ്ങനെയും എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സൈഡ്സ്, അതായത് അണീവൻ ആയിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അത് അവസാനത്തേക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു ഭംഗിക്കുറവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇങ്ങനെയാട്ടോ നമ്മുടെ ഷേപ്പായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതൊന്ന് പൊട്ടിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അത് കീറി പോകുന്നുണ്ട്, ബിക്കോസ് നമ്മളത് തിന്നായിട്ട് പരത്തിയതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ബട്ടർ പേപ്പർ അതേപോലെ തന്നെ ഞാൻ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് അങ്ങനെ തന്നെ അത് എടുത്തിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച മാവില്ലേ, ആ ബാക്കി വന്ന മാവ് ഞാൻ ഒന്നുകൂടി റോൾ ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷം നമുക്ക് ഈ ബേക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ അവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണേ. 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ അവൻ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഓവൻ പ്രീ ഹീറ്റ് ആയിട്ട് വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത കുക്കീസിൻ്റെ പണി നോക്കാം കേട്ടോ. മാർബിൾ കുക്കീസ് നമ്മൾ ആദ്യം തന്നെ ബീറ്റ് ചെയ്ത് വെച്ചാൽ ബട്ടറും ഷുഗറും സോൾട്ടും ചേർത്ത മിക്സറും നമ്മൾ പകുതി മാറ്റി വെച്ചല്ലോ, അതിലേക്ക് 1 കപ്പ് അളവിൽ മെഷർ ചെയ്ത് വെച്ച ഗോതമ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മുടെ വിസ്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ കേക്ക്സും കുക്കീസും ബിസ്ക്കറ്റ്സും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണേ. അത് നിർബന്ധമാണ്. എന്നാലേ നമ്മുടെ കേക്കും ബിസ്ക്കറ്റും ഒക്കെ നല്ല ആ ഒരു ടെക്സ്ചറിലേക്ക് നമ്മൾ വിചാരിച്ച പോലെ വരുള്ളൂ. ഞാനിവിടെ വീട്ടിൽ കുക്കീസും ബിസ്ക്കറ്റ്സും ഒക്കെ മോക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ കുറച്ചായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ലേ. അങ്ങനെ നമ്മൾ ഈ കുഴച്ചെടുത്ത മാവ് നമ്മൾ ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്ത് 2 പാത്രത്തിലേക്ക് വെക്കണം കേട്ടോ. ബിക്കോസ് മാർബിൾ കുക്കീസിന് 2 ഫ്ലേവറാണ് ഉണ്ടാക്കുക. വേണമെങ്കിൽ ഒന്നിൽ നിങ്ങൾക്ക് വാനില എസൻസ് കുറച്ച് യൂസ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ വാനില എസൻസ് ആഡ് ചെയ്തിട്ടില്ല.
ബൈ ദ ടൈം നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മുടെ ഓവനിലേക്ക് അതാ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സിനമൺ ബിസ്ക്കറ്റ്സ് ഒരു റാക്കിൽ 2 സെറ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നമ്മൾ ഓവൻ 20 മിനിറ്റ്സിൽ 180 ഡിഗ്രി സെൽഷ്യസിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സിനമൺ കുക്കീസ് ബേക്കായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മാർബിൾ കുക്കീസിനുള്ള പണി നോക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ കൊക്കോ പൗഡർ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഈ മാവ് കുറച്ച് കട്ടിയായി പോകും. അപ്പം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് മെഷർ ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മെഷർമെൻ്റ് ഒക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എല്ലാവരും വീട്ടിൽ ചപ്പാത്തിയും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഏകദേശം അതിൻ്റെ ഒരു അളവൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ അത് കുഴച്ചെടുത്ത് 2 ഹാഫ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുഴച്ചെടുത്ത ഈ മാവ് നമ്മൾ കുഞ്ഞി ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. അതാ ഞാനിത് ചെയ്തെടുക്കുന്ന പോലെ ഈ പൂരിക്കൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ കുഞ്ഞി ബോൾസ് ആയിട്ട് നമ്മൾ ഒരു 3-4 ബോൾസ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു അളവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-12 ബിസ്ക്കറ്റ്സ് ആണ് ഉണ്ടാവുക. തുടക്കത്തിൽ കുറച്ച് ചെറിയ അളവിൽ ചെയ്ത് നോക്കിയാൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഥവാ പാളി പോയിക്കുകയാണെങ്കിൽ കുറേ സാധനങ്ങൾ വേസ്റ്റ് ആവില്ലല്ലോ. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാട്ടോ പറയുന്നത്. ഞാൻ ചില സമയത്ത് ഒരുപാടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചിലപ്പോൾ വായിൽ വെക്കാൻ കൊള്ളാത്ത ഓരോ സാധനങ്ങളായിരിക്കും. അതുകൊണ്ട് ചെറിയ അളവിൽ എപ്പോഴും ഉണ്ടാക്കി നോക്കാം കേട്ടോ. സാധനങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ഇതാ കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞാനിതാ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്ലിംഗ് ഫിലിം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ക്ലിംഗ് ഫിലിം യൂസ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ബട്ടർ പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഓരോ ബോൾസും നമുക്ക് നേരെ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഞാനിത് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾ കൈ വെച്ചിട്ടോ റോളർ പിൻ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ. ഫസ്റ്റ് ചോക്ലേറ്റ്, അതിൻ്റെ മുകളിൽ വാനില, പിന്നെ ചോക്ലേറ്റ് വാനില എന്നുള്ള രീതിയിൽ നമ്മൾ അത് ലെയർ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ലെയർ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബട്ടർ പേപ്പറിൽ ഇട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉരുട്ടി ഒരു ഷേപ്പാക്കി, എന്തെങ്കിലും ഒരു ഷേപ്പ്, റെക്ടർ, സ്ക്വയറോ അല്ലെങ്കിൽ സർക്കിളോ എങ്ങനെയെങ്കിലും ഷേപ്പാക്കി എടുത്തിട്ട് അത് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രീസറിലേക്ക് കയറ്റാം. ബൈ ദ ടൈം നമ്മുടെ സിനമൺ ബിസ്ക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നല്ല ഭംഗിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ നമ്മുടെ സിനമൺ ബിസ്ക്കറ്റ്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഷേപ്പ് ചെയ്തിട്ട് വെച്ചതുകൊണ്ട് അത് കട്ട് ചെയ്തെടുക്കാൻ ഒരു പാടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ഭംഗിയുണ്ടായി കാണാൻ. ഇനി ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തപ്പോഴേക്കും. അങ്ങനെ നമ്മുടെ സിനമൺ ബിസ്ക്കറ്റ് ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു എയർ ടൈറ്റ് ജാറിലേക്ക് അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഓൾമോസ്റ്റ് 1 മന്ത് വരെ സ്റ്റോർ ചെയ്യേ. ആ സമയം കൊണ്ട് നമ്മുടെ 1/2 മണിക്കൂറിലേക്ക് ഫ്രീസറിൽ കയറ്റിയിട്ടുള്ള നമ്മുടെ മാർബിൾ കുക്കീസിൻ്റെ ആ ഡോ സെറ്റ് ആയിട്ടുണ്ട്. ഞാനത് 1/2 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിതാ ഈക്വൽ റൗണ്ട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൈവെള്ളയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതാ ഓൾറെഡി ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രേയിലേക്ക് ഇങ്ങനെ ഇതാ പരത്തി കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഓവൻ 10 മിനിറ്റ് ഒന്ന് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ഈ ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് 20 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ, നമ്മൾ ആദ്യം സിനമൺ കുക്കീസിന് ചെയ്ത പോലെ തന്നെ 20 മിനിറ്റ്സ് 180 ഡിഗ്രിയിലാണ് ഞാനത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് റെഡിയാക്കി മാർബിൾ കുക്കീസ് ആണെങ്കിലും സിനമൺ ബിസ്ക്കറ്റ്സ് ആണെങ്കിലും രണ്ടും നല്ല ടേസ്റ്റ് ആണ്. നമുക്കൊരു 1 മന്ത് വരെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും പറ്റും. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബിസ്ക്കറ്റ്സിനേക്കാൾ എത്രയോ നല്ലതാണ്. അങ്ങനെ ഇന്നലെ രാത്രി അപ്പുക്കുട്ടൻ ഉറങ്ങിപ്പോയതുകൊണ്ട് രാവിലെ അവൾ എണീറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ രാവിലെ തന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കേട്ടോ. ആൻഡ് ഷീ റിയലി ലവ്ഡ് ഇറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്സ് കമന്റ് സെക്ഷനിൽ അറിയിക്കണേ. താങ്ക് യു സോ മച്ച്.